Vedantu Malayalam YouTube ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഡു ഓർ ഡൈ ചാപ്റ്റേഴ്സ് ഫോർ കീം 2023. കെമിസ്ട്രിയിൽ ഏതൊക്കെ ചാപ്റ്ററിന് പ്രീവിയസ് ഇയേഴ്സിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഈ പ്രാവശ്യത്തതിനും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാമെന്നുള്ള രീതിയിൽ കുറച്ച് ചാപ്റ്റേഴ്സിനെ ഞാൻ ഓരോ കൂട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. യെസ്, ഓക്കെ, ഡു ഓർ ഡൈ ചാപ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി കീം 2023 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് പ്രീവിയസ് ഇയേഴ്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഓരോ ചാപ്റ്റേഴ്സിനെയും ഓരോ സെറ്റാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. ആൻഡ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് അതിലും കുറവ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതെന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ഫസ്റ്റ് നോക്കുന്ന സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് നമുക്ക് പി ബ്ലോക്ക് എലിമെൻറ്റ്സ് ഉണ്ട്. പി ബ്ലോക്ക് എലിമെൻറ്റ്സ് എനിക്കറിയാം ടൈം കൺസ്യൂമിങ് ആണ്, കുറേ പഠിക്കാനുണ്ട്. ബട്ട് സ്റ്റിൽ അതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പി ബ്ലോക്ക് എലിമെൻറ്റ്സ് നിങ്ങൾ എന്തായാലും പഠിക്കാനായിട്ട് നോക്കുക. പറ്റുന്നവരെല്ലാവരും പി ബ്ലോക്ക് എലിമെൻറ്റ്സ് പഠിച്ചിട്ട് പോവാം. ഓക്കെ, യെസ്. ദെൻ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഈസി ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന് നമ്മൾ വീണ്ടും 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതായത് ഈസി ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിന് അധികവും നമുക്ക് ചോദിച്ച് കാണുന്നത്. അതുകൊണ്ട് ആ ചാപ്റ്റർ പഠിക്കാതെ പോയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങൾ വെറുതെ കളയരുത്. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്തായാലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഈ ചാപ്റ്റേഴ്സ് എന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടത് പ്രീവിയസ് ഇയേഴ്സിൽ എടുത്ത് നോക്കുമ്പോൾ. ഓക്കെ, ദെൻ അറ്റോമിക് സ്ട്രക്ചറിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷെ പഠിക്കാൻ ഈസിയാണ് അറ്റോമിക് സ്ട്രക്ചർ ചാപ്റ്റർ. അതിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെ ഒഴിവാക്കേണ്ട ടോപ്പിക് എന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ അറ്റോമിക് സ്ട്രക്ചർ പഠിച്ചാലുള്ള വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സിലുള്ള ആ ചാപ്റ്ററിനും കൂടി ഉപകാരം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുക. ഓക്കെ, യെസ്. ദെൻ ഇക്വിലിബ്രിയം അനദർ ഈസി ചാപ്റ്റർ ആണ്. കുറേ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും, 1 ഷോട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആ ചാപ്റ്ററിനും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KC QC, ഇങ്ങനെ തന്നാൽ ഈ റിയാക്ഷൻ ഏത് സൈഡിലേക്കാണ് പോവുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ അധികം കാണുന്നത്. അതുപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും വരിക, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. ഓക്കെ, യെസ്. ദെൻ ഹാലോ അൽക്കെയിൻസ് ഓർഗാനിക് നമ്മൾ പറയുന്ന പോലെ തന്നെ നെയിം റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ മെക്കാനിസംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റിയാക്ഷൻ തന്നിട്ട് ഇത് ഏത് മെക്കാനിസം വഴിയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ കാണാറുണ്ട്. ആൻഡ് ഹാലോ അൽക്കെയിൻസിൽ പ്രത്യേകിച്ച് SN1 SN2 E1 E2 റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ദെൻ ഇലക്ട്രോ കെമിസ്ട്രി ഇലക്ട്രോകെമിസ്ട്രിയിലൊക്കെ സെൽസിനെ കുറിച്ചായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. സെല്ല് തന്നിട്ട് ഇതിനെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ആനോഡ് ഏതാണ് കാത്തോഡ് ഏതാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഒരു സെല്ലിൻ്റെ ഇത് തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് കാണുന്നത്. ആൻഡ് റിഡോക്സ് റിയാക്ഷൻസ് നിന്ന് കൂടുതലും ബാലൻസിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ബാലൻസിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആ ബാലൻസ് ചെയ്യുന്ന സ്ഥലത്ത് എക്സും വൈ എന്നൊക്കെ ഇട്ടിട്ട് ഫൈൻഡ് എക്സ് ആൻഡ് വൈ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും റിഡോക്സ് റിയാക്ഷൻസ് എന്ന് കാണുന്നത്. ദെൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പോളിമേഴ്സും ബയോമോളിക്യൂൾസും. ജസ്റ്റ് വായിച്ചിട്ട് പോവുക നിങ്ങൾ, കാരണം അതിൽ കുറേ കോമ്പൗണ്ട്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ആ ഓരോ കോമ്പൗണ്ടിൻ്റെ യൂസസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ യൂസസ് ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പോളിമേഴ്സും ബയോമോളിക്യൂൾസും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഈ പോളിമേഴ്സിനും ബയോമോളിക്യൂൾസിനും ഒക്കെ കോമ്പൗണ്ട്സും അതിൻ്റെ യൂസസും ഒക്കെ ചോദിച്ചതായിട്ടാണ് നമ്മൾ കണ്ടത്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് സെറ്റിലേക്ക് പോകുമ്പോൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് പറഞ്ഞാൽ ആ ചാപ്റ്റർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓർഡറും ട്രെൻഡും അനോമലസ് പ്രോപ്പർട്ടീസും ഈ 3 കാര്യങ്ങൾക്കായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, എന്താണ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ, ഓക്കെ, എന്താണ് ഈ ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, മേലെ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താണ് ഇപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്. ആൻഡ് ഓൾസോ അനോമലസ് ബിഹേവിയർ നമുക്കറിയാം, ഓരോ ഗ്രൂപ്പിലെയും ഫസ്റ്റ് എലമെൻറ്റ് അനോമലസ് ബിഹേവിയർ കാണിക്കുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ S ബ്ലോക്ക് പറഞ്ഞ സമയത്ത് ലിത്തിയത്തിൻ്റെയും ബെർലിയത്തിൻ്റെയും അനോമലസ് ബിഹേവിയർ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഡയഗണൽ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു. ഇങ്ങനത്തെ കാര്യങ്ങളാണ് പി
പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. ഓക്കെ, ദെൻ സൊല്യൂഷൻസിൽ നമുക്ക് അധികം ആ ടെർമിനോളജീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ടെർമിനോളജീസ് ഉണ്ട്, പിന്നെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, വാൻ ഹോഫ് ഫാക്ടർ, ഇതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സൊല്യൂഷൻസ് എന്ന് നമ്മൾ കൂടുതൽ കാണുക. ഓക്കെ, ദെൻ കെമിക്കൽ കൈനറ്റിക്സിൽ ഓർഡർ ഓഫ് എ റിയാക്ഷൻ കാണാൻ ആൻഡ് റേറ്റും ടി ഹാഫും റേറ്റ് കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ദെൻ തെർമോഡൈനാമിക്സ് കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷൻസ് ഉണ്ട്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇതിനൊക്കെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഓൾസോ നമ്മുടെ ഗിബ്സ് ഫ്രീ എനർജി അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും തെർമോഡൈനാമിക്സിൽ കാണാം. ദെൻ ഹൈഡ്രോകാർബൺസ് ആൻഡ് GOC അഗെയിൻ നമ്മുടെ ബേസ് ആണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ. അതിൽ നമുക്ക് ചിലപ്പം നോമൻക്ലേച്ചർ വരാം ആൻഡ് നമ്മളോട് ചില ഇൻഡക്റ്റീവ് എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ്, ഇങ്ങനെ കുറേ എഫക്ട്സ് ഒക്കെ നമ്മളതിൽ പഠിക്കുന്നുണ്ട്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അമീൻസ് അഗെയിൻ നമ്മുടെ ഒരു ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ ആണ്. ഒരുപാട് നെയിം റിയാക്ഷൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് അമീൻസ്. ആ നെയിം റിയാക്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ ബേസിസിറ്റി ഇവിടെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. മീഥൈലായാലും ഈഥൈലായാലും ഗേഷ്യസ് സ്റ്റേറ്റ് ആയാലും എന്തൊക്കെ ഡിഫറൻസ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് ആലിയേറ്റ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് വരുമ്പോൾ അഗെയിൻ റിയാക്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഡോ കണ്ടൻസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ കാർബോക്സിലിക് ആസിഡ്സിൻ്റെ കേസിൽ അസിഡിറ്റി എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എന്താ ഇതിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും എടുത്ത് നോക്കുമ്പം കീറ്റോൺസിന് കുറവാണ്, അതിൻ്റെ കാരണം എന്താണെന്നുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് സർഫസ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുഴുവൻ വായിക്കാം. ഓക്കെ, വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ് സർഫസ് കെമിസ്ട്രി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ എസ് ബ്ലോക്ക് എലമെന്റ്സ്, ഹൈഡ്രജൻ, ഇതൊക്കെ നിങ്ങൾ വെറുതെ എടുത്ത് വായിച്ച് നോക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ദെൻ സോളിഡ് സ്റ്റേറ്റിലും നമുക്ക് ഓരോരോ നമ്പർ തന്നിട്ടും അതിന് ഏത് ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് അവിടെ ഫോം ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ കെമിക്കൽ ബോണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ടാണ് കണ്ടത്. പക്ഷേ നമുക്ക് ഈ ഒരു ഇയറിൽ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചോദിക്കുള്ളൂ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫും എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയും ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതും എല്ലാവരും പഠിച്ചിട്ട് മാത്രം പോവുക. ഓക്കെ, യെസ്. ദെൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ട്രിക്കി ആയിരിക്കും, അത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട്. ദെൻ മെറ്റലർജിയും നിങ്ങൾ പൊതുവെ ചോദിച്ചു കാണുന്നത് ഈ ഒരു മെറ്റലിൻ്റെ ഓർ എന്താണ്, അല്ലെങ്കിൽ ഓരോ മെത്തേഡ് തന്നിട്ട് ഇതിൽ ഏത് മെത്തേഡാണ് ഈ മെറ്റലിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മെറ്റലർജിയിൽ നമ്മൾ കൂടുതൽ കാണുന്നത്. ദെൻ ആൽക്കഹോൾസ് നമുക്കറിയാം ഓർഗാനിക് കെമിസ്ട്രി ആണ്. അവിടെ നെയിം റിയാക്ഷൻസ് ഉണ്ടായിരിക്കും, ഇങ്ങനത്തെ അല്ലെങ്കിൽ വേറെ മെക്കാനിസംസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഡി ആൻഡ് എഫ് ബ്ലോക്കിനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. അവിടെ കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്, അനോമലസ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ കോപ്പറും സിങ്കും, ലൈക്ക് കോപ്പറിൻ്റെ 20 ക്രോമിയും കോപ്പറും, ആ രണ്ട് എലമെൻസിൻ്റെയും അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എപ്പോഴും നമ്മൾ ചോദിച്ച് കാണുന്നുണ്ട്. ആൻഡ് യെസ്, അത്രയേ ഉള്ളൂ. ഡി ആൻഡ് എഫിലും നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോവുക. അങ്ങനെ നമുക്ക് വഴിയുള്ളൂ ഡി ആൻഡ് എഫ് ബ്ലോക്കിലൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ, ഇതിൻ്റെ PDF വേണമെങ്കിൽ, PPT വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ നമ്മൾ തരുന്നതായിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോൻ്റെ നോട്ട്സ് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. കൂടാതെ വേറെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ആയിട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ എല്ലാ ദിവസവും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും നമ്മൾ ഇടുന്നുണ്ട്. മാത്സും ഇപ്പോൾ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഞങ്ങൾ ഇനിയും
ഓരോ ദിവസവും കീമിൻ്റെയും നീറ്റിൻ്റെയും നിങ്ങൾക്കുള്ള അപ്ഡേറ്റ്സ് ആയിട്ടും ഒക്കെ ഞങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഏതൊക്കെ പോയിന്റ്സ് പഠിക്കണ്ട എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് യെസ്, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.